നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെന്നും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തസാക്ഷികളെക്കുറിച്ച് പഠിക്കുന്ന നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. രക്തസാക്ഷികൾ സഭയുടെ ശക്തിയാണ്, സഭയുടെ സാക്ഷികളാണ്, വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ ജീവിതത്തിന് മാതൃകകളാണ്. രക്തസാക്ഷികളുടെ ചുടുനിണത്തിലാണ് സഭ വളർന്നിട്ടുള്ളത്, കരുത്തു പ്രാപിച്ചിട്ടുള്ളത്, പടർന്നു പന്തലിച്ചിട്ടുള്ളത്. കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ചുടുനിണമാണ് വിശ്വാസികളെ അഭിഷേകം ചെയ്യുന്നത്, അവർക്ക് വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടുവാൻ ശക്തി നൽകുന്നത്. ആയിരക്കണക്കിന് രക്തസാക്ഷികൾ സഭയിലുണ്ട്. ഈ കാലഘട്ടത്തിലും രക്തസാക്ഷിത്വത്തിന് ഒരു കുറവുമില്ല. അടുത്ത കാലത്തായിട്ട് കുമ്പസാരത്തിനു വേണ്ടി മരിച്ച പുരോഹിതരെ നമുക്കറിയാം. തെക്കേ അമേരിക്കയിൽ കൊല്ലപ്പെടുന്ന പുരോഹിതരെക്കുറിച്ച് നമുക്കറിയാം. പട്ടാളക്കാരുടെ വെടിയേറ്റ് വീണ ബിഷപ്പുമാരെ നമുക്കറിയാം. വിശ്വാസത്തിനു വേണ്ടി ജീവൻ പൂർണ്ണമായിട്ട് സമർപ്പിച്ച അടുത്ത നാളിൽ മരിച്ച ഫ്രാൻസിലെ പുരോഹിതൻ്റെ കഥ നമ്മെ ആവേശം കൊള്ളിക്കട്ടെ. നിരനിരയായി 50-ലധികം ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ നിഷ്കരുണം വധിക്കുന്നത് നിറകണ്ണുകളോടെ നാം വീക്ഷിച്ചതാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ ഓരോ 6 മിനിറ്റിലും ഒരു ക്രിസ്ത്യാനി കൊല്ലപ്പെടുന്ന എന്ന കണക്ക് നമ്മെ നിരാശപ്പെടുത്തണമോ ആവേശം കൊള്ളിക്കണമോ? രണ്ടാമത്തേതാണ് നാം സ്വീകരിക്കേണ്ടത്. കാരണം ഈശോ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം. നമുക്ക് അവിടുന്ന് നൽകുന്ന അമൂല്യമായ അവസരങ്ങൾ, അതാണ് രക്തസാക്ഷിത്വം നമ്മുടെ മുൻപിലേക്ക് വയ്ക്കുക. രക്തസാക്ഷികൾ അവരുടെ ജീവൻ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. ആയിരക്കണക്കിന് രക്തസാക്ഷികൾ അവരുടെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് ആവേശം ലഭിക്കും, നമുക്ക് ധീരത ലഭിക്കും, നമുക്ക് വിശുദ്ധിയും ഉണ്ടാകും. നമുക്കും അവരുടെ കാൽപ്പാടുകളെ പിൻചെല്ലുവാൻ താല്പര്യം തോന്നും. നമുക്കവരുടെ ജീവിതം പഠിക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിക്കുന്നത് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ കാതറിൻ. ഒരു സാമ്രാജ്യം മുഴുവൻ എതിരെ നിന്നപ്പോഴും ധീരതയോടെ സ്വർഗീയ നാഥനെ മാത്രം വാഴ്ത്തിപ്പാടിയ ദൈവത്തിൻ്റെ വിശ്വാസ പോരാളിയാണ് വിശുദ്ധ കാതറിൻ. എതിർസ്വരങ്ങളെ അമർച്ച ചെയ്യുകയും ക്രിസ്തുവിശ്വാസികളെ തകർത്തെറിയുകയും ചെയ്ത റോമൻ ചക്രവർത്തിമാർക്കെതിരെ ഉയർന്ന വചനത്തിൻ്റെ വാളായിരുന്നു വിശുദ്ധ കാതറിൻ. അലക്സാണ്ട്രിയൻ ഈജിപ്തിൻ്റെ പ്രഭുവായിരുന്ന കോൺസ്റ്റസിൻ്റെ മകളായ വിശുദ്ധ കാതറിൻ
ചെറുപ്പം മുതൽക്കേ പ്രത്യേകമായ ബുദ്ധിവൈഭവം പ്രകടിപ്പിച്ചിരുന്നു. തൻ്റെ മകളുടെ ബുദ്ധിയിൽ അഭിമാനം കൊണ്ട വിശുദ്ധ കാതറിൻ്റെ മാതാപിതാക്കന്മാർ അവളുടെ വളർച്ചയ്ക്ക് കാരണമായ അവസരങ്ങൾ ഒരുക്കിക്കൊടുത്തു. വിജ്ഞാനികളുമായുള്ള നിരന്തര വാഗ്വാദങ്ങളും സമ്പർക്കങ്ങളും തത്വശാസ്ത്രത്തിലുള്ള തൻ്റെ അവഗാഹം വർദ്ധിപ്പിക്കുന്നതിന് വിശുദ്ധ കാതറിന് സഹായകരമായി. തുടർന്ന് നേടിയ ആത്മീയ ജ്ഞാനം വിശുദ്ധ കാതറിനെ റോമാ സാമ്രാജ്യത്തിന് മുമ്പിൽ ക്രിസ്തുവിന് വേണ്ടി സംസാരിക്കുവാൻ പ്രാപ്തയാക്കി. പിതാവേ, തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ രക്തസാക്ഷിയായ വിശുദ്ധയാണ് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ കാതറിൻ. ഈ വിശുദ്ധയെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമോ? ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലെ കാതറിൻ. ഈ കാതറിന് ഇപ്പോഴും ധാരാളം ആളുകൾക്ക് ആവേശമാണ്. സിയന്നയിലെ വിശുദ്ധ കാതറിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, വേദപാരംഗതയാണ്. സിയന്ന ഇറ്റലിയിലെ ഒരു കൊച്ചു നഗരമാണ് സിയന്നയിലെ വിശുദ്ധ കാതറിൻ വലിയ വിശുദ്ധയാണ്. മാർപ്പാപ്പ പോലും ഉപദേശം തേടിയിരുന്നത് വിശുദ്ധിയിൽ നിന്നാണ്. അതാണ് കാതറിൻ. ആ സിയന്നയിലെ വിശുദ്ധ കാതറിൻ 36 വേദപാരംഗതരിൽ ഒരാളാണ് സിയന്നയിലെ വിശുദ്ധ കാതറിൻ. ഈ കാതറിന് പേര് കിട്ടിയത് എവിടെ നിന്നാണ്? അത് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ കാതറിനിൽ നിന്നാണ്. അപ്പോൾ അലക്സാണ്ട്രിയയിലെ കത്രീന ജീവിച്ചിരുന്നത് 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലാണ്. അപ്പോൾ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ കാതറിൻ എത്ര കാലം ജീവിച്ചു? 287 അവൾ ജനിച്ചത്. 287, 4-ാം നൂറ്റാണ്ടിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. എത്ര വയസ്സ് വരെ അവൾ ജീവിച്ചു? 18 വയസ്സിനുള്ളിൽ അവൾ വിശുദ്ധിയായി തീർന്നു. ഈ വിശുദ്ധിയുടെ പ്രാധാന്യം ഇന്നും ആയിരക്കണക്കിന് ആളുകൾ സീനായ് മലയുടെ മുകളിൽ അവളുടെ പ്രത്യേകമായിട്ടുള്ള ദേവാലയത്തിൽ സന്ദർശിക്കുന്നുണ്ട്. അതായത് അവിടെ ഹോറബ് മലയിൽ കത്തിത്തീരാത്ത അഗ്നിയിൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടില്ലേ? ആ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ സമീപത്തുണ്ട് വിശുദ്ധ കാതറിൻ്റെ തീർത്ഥാടന കേന്ദ്രം. അവിടെ ഇപ്പോഴും ആളുകൾ വളരെ തീക്ഷ്ണതയോടുകൂടി സന്ദർശിക്കുന്ന സ്ഥലമാണ്. അവൾ സജീവമായിട്ട് ഇപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളം ഒന്ന് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രാൻസിനെ ആവേശം കൊള്ളിച്ച വിശുദ്ധ വലിയൊരു വനിത, അവളുടെ പേര് നിങ്ങൾക്ക് അറിയാമോ? ജോവാൻ ഓഫ് ആർക്ക്. ആ വലിയ വിശുദ്ധ ജീവിതം ഒരു ധീര വനിതയാണ്. ഫ്രാൻസിനെ ഇന്നും ഫ്രാൻസുകാർ ജോവാൻ ഓഫ് ആർക്ക് എന്ന് പറയുമ്പോൾ അവർ ഒന്ന് ആവേശം കൊള്ളും. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിൽ ഒരു നാടകം കളിച്ചു. അത് ജോവാൻ ഓഫ് ആർക്കിനെ കുറിച്ചൊരു നാടകമായിരുന്നു. അത്രയും ആവേശമാണ് അവർക്ക് ആ വലിയ ധീര വനിത. അവൾ ധീരതയോടുകൂടി ശക്തിയോടുകൂടി പൊരുതുമ്പോൾ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട്, നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല, നീ വിജയിക്കുക തന്നെ ചെയ്യും, നിന്നെ ആർക്കും തകർക്കാൻ സാധിക്കുകയില്ല എന്ന് അവൾക്ക് ദർശനമുണ്ടായി ജോവാൻ ഓഫ് ആർക്കിന്. അതാരുടെ? അലക്സാണ്ട്രിയയിലെ വിശുദ്ധ കാതറിൻ. അപ്പോൾ അവൾ അത്രമാത്രം സ്വാധീനമാണ് അന്നും ഇന്നും ചൊലുത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അവളുടെ ജീവിതത്തിൽ ഒരു ധനാഢ്യ കുടുംബത്തിൽ, ഈജിപ്തിലെ ഏറ്റൊരു പ്രഭു കുടുംബത്തിൽ വളരെ ബുദ്ധിമതിയായിട്ടുള്ള പെൺകുട്ടിയായിട്ടാണ് അവൾ ജനിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വലിയ സന്തോഷമായി. അവളെ നല്ല പഠനം അവൾക്ക് നൽകി. പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കും. അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസം ആ കാലഘട്ടത്തിൽ വിശുദ്ധ കാതറിന്, അലക്സാണ്ട്രിയ വിശുദ്ധ കാതറിന് ആ കുടുംബം നൽകി. അതുകൊണ്ട് അവൾ മാതാപിതാക്കൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. അതായത് ഏറ്റവും സുഖസൗകര്യമുള്ള, അംഗീകാരമുള്ള, ധനമുള്ള, എല്ലാവിധത്തിലും പ്രാമാണ്യമുള്ള ഒരു കുടുംബത്തിലാണ് അവൾ ജനിച്ചത്. ആ സാഹചര്യത്തിലാണ് അവൾ വളർന്നു വന്നത്. ഇതാണ് അവളുടെ ജീവിതത്തിൻ്റെ ആ സാഹചര്യം. വിജാതീയ കുടുംബത്തിൽ ജനിച്ച വിശുദ്ധ കാതറിന് ക്രിസ്തുവിനെക്കുറിച്ചോ വചനത്തെക്കുറിച്ചോ വളരെ പരിമിതമായ അറിവുകളെ ഉണ്ടായിരുന്നുള്ളൂ. പഠനത്തിൽ സമർത്ഥയായ വിശുദ്ധ കാതറിന് ഒരിക്കൽ മാതാവിൻ്റെ ദർശനം ലഭിക്കുകയും ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ ഉൾപ്രേരണ ഉണ്ടാവുകയും 14-ാമത്തെ വയസ്സിൽ എതിർപ്പുകൾ വകവയ്ക്കാതെ ക്രിസ്തുമതം സ്വീകരിക്കുകയുമാണുണ്ടായത്. ക്രിസ്ത്യാനികളുടെ രക്തസാക്ഷിത്വത്തിൽ വ്യാകുലപ്പെടുകയും വിശ്വാസ ജീവിതത്തിൻ്റെ തീഷ്ണതയിൽ
അവർക്ക് വേണ്ടി റോമൻ ചക്രവർത്തിക്ക് മുമ്പിൽ സ്വരമുയർത്തുകയും ചെയ്തു. പൂർണ്ണ ബന്ധവസായ റോമൻ സാമ്രാജ്യത്തിൻ്റെ അകത്തളത്തിലേക്ക് വിശുദ്ധ കാതറിൻ നടന്നു കയറുകയും ക്രിസ്ത്യാനികളെ കൊന്നെടുക്കുന്ന ക്രൂരവിനോദം നിർത്തണം എന്ന് സ്വരം ഇടറാതെ വിളിച്ചു പറയുകയും ചെയ്തു. പിതാവേ, അലക്സാണ്ട്രിയയിലെ വിശുദ്ധ കാതറിൻ്റെ വിശ്വാസ ജീവിതം എപ്രകാരമുള്ളതായിരുന്നു? അലക്സാണ്ട്രിയയിലെ വിശുദ്ധ കാതറിൻ വിജാതീയ കുടുംബത്തിലാണല്ലോ ജനിച്ചത്. പക്ഷേ നമുക്ക് ശക്തി നൽകുന്നതും നമ്മെ ധീരതയോടുകൂടി വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുകയും ചെയ്യേണ്ട അത്ഭുതങ്ങളാണ് ഈ രക്തസാക്ഷികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അവൾക്ക് 10-12 വയസ്സായപ്പോൾ ഒരു ദർശനം കിട്ടി. ആ ദർശനം ഇപ്രകാരമായിരുന്നു: ഒരമ്മ ഒരു കൊച്ചു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നിൽക്കുന്നു. അമ്മ കിരീടം ധരിച്ചവളായിരുന്നു. അവളുടെ വസ്ത്രം തന്നെ പ്രകാശമാനമായിരുന്നു. അവൾക്ക് മനസ്സിലായില്ല ഇതാരാണെന്നുള്ളത്. ആ ഒരു ദർശനം, അതേക്കുറിച്ച് അവൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്ത്യാനികളെ കണ്ടു. ആ ദർശനം അവരുമായിട്ട് പങ്കുവെച്ചപ്പോൾ അവരുടെ വിവരണത്തിൽ നിന്ന് മനസ്സിലായി അത് പരിശുദ്ധ കന്യകയാണെന്ന്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഒരു ദർശനമാണ് വിശുദ്ധ കാതറിന് കിട്ടുന്നത്. അപ്പോൾ വിജാതീയരായ മാതാപിതാക്കൾ ആ സുഖസൗകര്യങ്ങളും ഭാവി വളരെ പ്രശോഭിതം, പക്ഷെ പരിശുദ്ധ അമ്മയെ അവൾക്ക് ദർശിക്കുവാൻ സാധിച്ചപ്പോൾ അവൾ രഹസ്യത്തിൽ 14-ാമത്തെ വയസ്സിൽ ക്രിസ്തുമതം സ്വീകരിച്ചു. മാതാപിതാക്കളൊന്നും അറിഞ്ഞില്ല, ക്രിസ്തുമതം സ്വീകരിച്ചു. അങ്ങനെ അവൾ ക്രിസ്ത്യാനിയായിത്തീർന്നു. ക്രിസ്തുമത വിശ്വാസങ്ങൾക്കെതിരെ കൊടിയ മർദ്ദനം നടന്നുകൊണ്ടിരുന്ന സമയത്തായിരുന്നു വിശുദ്ധ കാതറിൻ ക്രിസ്തുമതത്തിലേക്ക് കടന്നു വരുന്നതും വചനം പ്രഘോഷിക്കുവാൻ തുടങ്ങിയതും. അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുകയും വിശ്വാസ സംരക്ഷണത്തിനായി സ്വജീവൻ ബലി കൊടുക്കേണ്ടി വന്നാൽ അത് മഹത്വം എന്ന് വിശ്വാസികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പ്രായത്തിലും പക്വതയിലും തങ്ങളെക്കാൾ വളരെ ചെറുപ്പമായിരുന്ന വിശുദ്ധ കാതറിൻ്റെ ക്രിസ്തുവിലുള്ള സമർപ്പണം മറ്റു വിശ്വാസികളെ പ്രചോദിപ്പിച്ചു. അന്യമതസ്ഥർ മുതൽ റോമാ സാമ്രാജ്യത്തിലെ ഭരണകർത്താക്കൾ വരെ വിശുദ്ധ കാതറിനിൽ ആകൃഷ്ടരായി ക്രിസ്തുപാത പിന്തുടർന്നു. പിതാവേ, അലക്സാണ്ട്രിയയിലെ വിശുദ്ധ കാതറിൻ തൻ്റെ വിശ്വാസം പ്രഘോഷിച്ചത് എങ്ങനെയായിരുന്നു? വിശ്വാസം സ്വീകരിച്ച വിശുദ്ധ കാതറിന്, വിശ്വാസം സ്വീകരിക്കുന്നവർ തനിക്ക് വിശ്വാസമുണ്ടെന്ന് കരുതി വെറുതെ ഇരിക്കരുത്. താങ്കൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ അത് പങ്കുവെക്കണം. അതിനുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട്. അത് നല്ല ജീവിതത്തിലൂടെയും മാതൃകയിലൂടെയാണ്. അത് വിശുദ്ധ കാതറിന് സാധിച്ചു. വിശുദ്ധ കാതറിൻ തനിക്ക് കിട്ടിയ വിശ്വാസം ഒളിച്ചു വെച്ചില്ല. ഒരു താലന്ത് കിട്ടിയാൽ മറച്ചു വെച്ചില്ല. അങ്ങനെ മറച്ചു വെച്ചില്ല. അത് 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കുവാൻ അവൾക്ക് സാധിച്ചു. കണ്ടുമുട്ടിയ എല്ലാവരോടും അവൾ സുവിശേഷം പ്രഘോഷിച്ചു. അവളുടെ മാതാപിതാക്കളോടും കണ്ടുമുട്ടിയ എല്ലാവരോടും അവൾ യേശുവിനെക്കുറിച്ച് പറഞ്ഞു, ഈശോയുടെ അമ്മയെക്കുറിച്ച് പറഞ്ഞു. അവർക്കെല്ലാം മാനസാന്തരമുണ്ടായി. കാരണം ഈ കൊച്ചു പെൺകുട്ടി 10, 14, 15 വയസ്സല്ലേ ഉള്ളൂ. അവൾ പ്രസംഗിക്കുമ്പോൾ അവർക്ക് ആവേശം കിട്ടി. പ്രസംഗം എന്നാൽ അവർ ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾക്ക് ആവേശം കിട്ടി. അങ്ങനെ ഈ കൊച്ചുകുട്ടി, ഈ യുവതിക്ക് ധാരാളം പേരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അവളുടെ പ്രസംഗങ്ങൾ വഴി, അവളുടെ സംസാരം വഴി, പ്രവർത്തന ശൈലി വഴി ഇങ്ങനെ അവൾക്ക് വലിയൊരു പ്രേക്ഷിതയാകുവാൻ ഈ കാലഘട്ടം കൊണ്ട് കഴിഞ്ഞു. അതായത് 18-ാമത്തെ വയസ്സിൽ അവൾ രക്തസാക്ഷിണിയായി തീർന്നു. ഈ 4 വർഷം, യേശുവിനെ അറിഞ്ഞ 4 വർഷം, മാമോദീസ സ്വീകരിച്ച കാലഘട്ടം എല്ലാവരോടും പങ്കുവച്ചു. കഴിയുന്ന എല്ലാവരോടും, കണ്ടുമുട്ടിയ എല്ലാവരോടും സുവിശേഷം പ്രഘോഷിച്ച് അവരെ ഈശോയിലേക്ക്, സഭയിലേക്ക് കൊണ്ടുവരുവാൻ അവൾക്ക് സാധിച്ചു. ചക്രവർത്തിയുടെ മുൻപിൽ നിന്ന് സംസാരിക്കുകയും അവർക്കെതിരെ ശബ്ദമുയർത്തുകയും ചെയ്ത വിശുദ്ധ കാതറിനെ ജയിലിലടയ്ക്കുകയും വിശ്വാസത്തിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിക്കുകയും ചെയ്തു. വിശ്വാസ തീഷ്ണതയിൽ കുറവ് വരാത്ത വിശുദ്ധ കാതറിൻ ജയിലിലായിരുന്നിട്ട് പോലും വചനം പ്രഘോഷിച്ചു. ഒരിക്കൽ ചക്രവർത്തിയുടെ ഭാര്യ വലേറിയ മാക്സ്മില്ല ജയിലിൽ അവളെ സന്ദർശിക്കുകയും വിശുദ്ധയുടെ പ്രഘോഷണത്തിൽ ആകൃഷ്ടയായി ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു. തുടർന്നും ക്രിസ്തുവിശ്വാസത്തിലേക്ക് അനേകരെ നയിക്കുന്നത് കണ്ട ചക്രവർത്തിക്ക്
വിശുദ്ധയെ തടയാൻ നിരവധി മാർഗങ്ങൾ സ്വീകരിച്ചുവെങ്കിലും ആ ഉദ്യമങ്ങളിലെല്ലാം ചക്രവർത്തി നിരൂപാധികം പരാജയപ്പെടുകയുമാണുണ്ടായത്. പിതാവേ, അലക്സാൻഡ്രിയയിലെ വിശുദ്ധ കാതറിൻ ജയിലിലും പ്രേക്ഷിത പ്രവർത്തനം നടത്തിയതായി കേട്ടിട്ടുണ്ടല്ലോ, അതൊന്ന് വിശദീകരിക്കാമോ? വിശുദ്ധ ഒരു ദിവസം മാക്സിമിൻ ചക്രവർത്തിയായിരുന്നു റോമിൽ. അദ്ദേഹം കിഴക്കൻ്റെയും കൂടെ ചക്രവർത്തി ആയിരുന്നല്ലോ. കിഴക്കൻ റോമിൻ്റെ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് ഈ 18 വയസ്സുള്ള പെൺകുട്ടി കൊട്ടാരത്തിലേക്ക് ധീരതയോടുകൂടി കടന്നു ചെന്നു. എന്നിട്ട് ആ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങൾ നിഷ്കരുണം വധിക്കുന്ന ക്രിസ്ത്യാനികളുടെ രക്തത്തിന് നിങ്ങൾ മറുപടി നൽകേണ്ടി വരും. ഈ ക്രൂരത അവസാനിപ്പിക്കൂ, മതമർദ്ദനം അവസാനിപ്പിക്കൂ, ക്രിസ്ത്യാനികളെ രക്ഷിക്കൂ. ഈ കൊച്ചു പെൺകുട്ടിയല്ലേ ഇത് പറയുന്നത്. അപ്പോൾ ചക്രവർത്തി വിചാരിച്ചു, ഇവൾക്ക് എന്ത് ധീരത, അവൾ പറയുന്ന ഓരോ വാക്കും അവർക്ക് അത്ഭുതമായി. അവിടെ ഉണ്ടായിരുന്ന പ്രമുഖരായ പണ്ഡിതർ 50ഓളം പണ്ഡിതരെ വിളിച്ചു വരുത്തി ഇവളെ മാനസാന്തരപ്പെടുത്താനും ഇവളുടെ വാദങ്ങൾക്ക് എതിർവാദം കൊണ്ടുവരുവാനും പറഞ്ഞു. പക്ഷേ അവരെല്ലാം പരാജയപ്പെട്ടു. അവർക്കൊന്നും ശരിയായ ഉത്തരം നൽകുവാൻ സാധിച്ചില്ല. ക്രിസ്തുവാണ് യഥാർത്ഥ രക്ഷകനെന്ന് വളരെ കൃത്യതയോടുകൂടി സമർത്ഥിക്കുവാൻ ഈ പെൺകുട്ടിക്ക് സാധിച്ചു. നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്, അവളോട് യഥാർത്ഥ ദൈവം ഈ വിഗ്രഹങ്ങളാണെന്ന് പറഞ്ഞ ഈ പണ്ഡിതർ ഈ വാദമെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ക്രിസ്ത്യാനികളായി തീർന്നു. അതാണ് ആ വിശുദ്ധിയുടെ ഒരു ചൈതന്യം. അവർ വിശുദ്ധർ കടന്നു പോകുമ്പോൾ വരണ്ട ഭൂമി ജലാശയമായി മാറും, പുതുമഴയാൽ അത് പരിപുഷ്ടമാകുമെന്ന് 84-ാം സങ്കീർത്തനത്തിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാകുകയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുക. വിശുദ്ധ ഇവിടെ വിജയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചക്രവർത്തി എന്ത് ചെയ്തു? കാതറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. ജയിലിലായിരിക്കുമ്പോഴും വിശുദ്ധ കാതറിൻ തൻ്റെ സുവിശേഷ പ്രഘോഷണം യാതൊരു മടിയുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുക. കാരണം അവൾക്ക് അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള കഴിവും കൂടി ഉണ്ടായിരുന്നു. അവളുടെ പ്രഭാഷണങ്ങൾ അത്തരം മധുരമായിരുന്നു. അത് കേൾക്കുന്നവർക്ക് മാനസാന്തരം ഉണ്ടാകുകയാണ്. അറിയാതെ അവരുടെ മനസ്സ് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജയിലിലുണ്ടായിരുന്ന കുറ്റവാളികൾ അവർക്കെല്ലാം മാനസാന്തരമുണ്ടായി. അവരെല്ലാം ക്രിസ്ത്യാനികളായി തീർന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം ആ ജയിലിലുണ്ടായിരുന്ന കാവൽക്കാർ അവരും മാനസാന്തരപ്പെട്ടു. ഈ വിശുദ്ധയുടെ ധീരത, അവളുടെ പ്രത്യേക ചൈതന്യം മനസ്സിലാക്കിക്കൊണ്ട് ചക്രവർത്തിയുടെ ഭാര്യ തന്നെ ജയിൽ സന്ദർശിച്ചു. ഭാര്യയോട് സുവിശേഷം പ്രഘോഷിച്ചു, യേശുവിനെ പഠിപ്പിച്ചു. ഭാര്യയും ഈ ചക്രവർത്തിയുടെ ഭാര്യയും ക്രിസ്ത്യാനിയായി തീർന്നു. പക്ഷെ പിന്നീട് അവർ രക്തസാക്ഷിണിയായി തീർന്നു എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ അവിടെ സുവിശേഷം പ്രഘോഷിക്കുവാൻ, ജയിലിൽ സുവിശേഷം പ്രഘോഷിക്കുവാൻ അവൾക്ക് സാധിച്ചു. ഏത് സാഹചര്യത്തിലും, അത് തടവറയാകട്ടെ, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, ക്രിസ്തുവിന് സാക്ഷികളാകുക. അത് പഠിപ്പിക്കുകയാണ് ഈ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ കാതറിൻ. യേശുവിൻ്റെ പാത സ്വീകരിച്ച കാതറിനെ ജയിലിലടച്ച മാക്സിൻഡിയൂസ് ചക്രവർത്തി അവൾക്ക് മുൻപിൽ വെച്ച് ക്രൈസ്തവർക്കെതിരെ ഒട്ടനവധി മർദ്ദനങ്ങൾക്കും ക്രൂരവിനോദങ്ങൾക്കും നേതൃത്വം നൽകി. ഭയം കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയാതിരുന്ന വിശുദ്ധയുടെ ക്രൈസ്തവ വിശ്വാസത്തിൽ തെല്ലും കോട്ടം വരുത്തുവാൻ ചക്രവർത്തിക്ക് സാധിച്ചില്ല. തുടർന്ന് സാമർഥ്യവും സൗന്ദര്യവുമുള്ള യുവരാജാക്കന്മാരെ വിവാഹാലോചനയ്ക്കായി അവളുടെ അടുക്കിലേക്ക് അയച്ചു. ഞാൻ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്, ഞാൻ അവന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു എന്നുറക്കെ അവരോട് വിളിച്ചു പറയുകയും ദൈവവിശ്വാസത്തിൽ അചഞ്ചലയാകാതെ ക്രിസ്തുവിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്തു. കാതറിന്റെ ഉറച്ച തീരുമാനത്തിൽ കോപാകുലനായ ചക്രവർത്തി അവളെ കൊല്ലുവാൻ ഉത്തരവിട്ടു. കൂർത്ത അഗ്രമുള്ള ചക്രങ്ങൾ അവളുടെ ശരീരത്തിലൂടെ കയറ്റുവാൻ പടയാളികൾക്ക് ആജ്ഞ നൽകി. നിരന്തര പീഡനങ്ങൾക്കൊടുവിൽ ചിരച്ഛേദം ചെയ്ത് ആ വിശുദ്ധയുടെ മരണം ഉറപ്പിക്കുകയുമാണുണ്ടായത്. പിതാവേ, അലക്സാണ്ട്രിയയിലെ വിശുദ്ധ കാതറിൻ്റെ രക്തസാക്ഷിത്വം എപ്രകാരമുള്ളതായിരുന്നു? വിശുദ്ധ കാതറിൻ ജയിലിലായിരിക്കുന്ന അവസരത്തിൽ അവളെ പീഡിപ്പിക്കുക, ജയിലിലായിരിക്കുമ്പോൾ ചക്രവർത്തി പീഡിപ്പിച്ചു, അവളെ വധിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ അവൾ ഒന്നിനും തന്നെ വഴങ്ങിത്തരുന്നതായിട്ട് കണ്ടില്ല. അതുകൊണ്ട് അവളെ ഒരു ചെറുപ്പക്കാരനെ അങ്ങോട്ട് അയച്ചു.
ചെറുപ്പമല്ലേ ഉള്ളൂ, 18 വയസ്സല്ലേ ആയുള്ളൂ, ഒരു വിവാഹം കഴിക്കട്ടെ, എന്നാൽ ഈ ചെറുപ്പക്കാരനെ കണ്ടിട്ട് വിവാഹം കഴിച്ചുകൊള്ളട്ടെ, അതിനോട് താല്പര്യമുള്ള ഉണ്ടാകുമെന്ന് കരുതി. അപ്പോൾ ആ ചെറുപ്പക്കാരനോട് വിശുദ്ധ പറഞ്ഞു, എനിക്ക് ഒരു മണവാളനേ ഉള്ളൂ, ആ മണവാളനെ ഞാൻ എൻ്റെ 14ാമത്തെ വയസ്സിൽ മനസ്സുകൊണ്ട് വിവാഹം കഴിച്ചു. ഇനി എനിക്ക് മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുകയില്ല, ഞാൻ ഒരിക്കലും ആ മണവാളനെ ഉപേക്ഷിക്കുകയില്ല, അത് യേശുവാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രലോഭനങ്ങൾ കൊണ്ടൊന്നും അവൾ വഴങ്ങുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവളെ ക്രൂരമായിട്ട് പീഡിപ്പിക്കാൻ മറ്റ് മർദ്ദനമുറകൾ അവളുടെ മേൽ പ്രയോഗിച്ചു. ഇരുമ്പിൻ്റെ മുള്ളുള്ള ചക്രം അവളുടെ ശരീരത്തിലൂടെ കയറ്റിവിട്ടു. പക്ഷേ ആ ചക്രമെല്ലാം പൊട്ടി തകർന്നു പോവുകയാണ് ചെയ്തത്. അവളെ സ്പർശിക്കുവാൻ പോലും അതിന് സാധിച്ചില്ല. അതിനുശേഷം യാതൊരു വിധത്തിലുള്ള മർദ്ദനമുറകളും അവളുടെ ജീവൻ എടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവസാനമായിട്ട് ശിരസ് വാളുകൊണ്ട് ഛേദിക്കുകയാണ് ഉണ്ടായത്. അത് അവൾ പൂർണ്ണമായിട്ട് സമർപ്പിച്ച നിമിഷത്തിൽ അങ്ങനെ അവൾ രക്തസാക്ഷിണിയായി തീർന്നു. ജീവൻ യേശുവിന് വേണ്ടി ത്യജിച്ചു. അങ്ങനെയാണ് അവൾ രക്തസാക്ഷിണിയായി തീരുന്നത്. പിതാവേ, അലക്സാണ്ട്രിയയിലെ വിശുദ്ധ കാതറിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇന്ന് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? വിശുദ്ധ കാതറിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ പാരമ്പര്യങ്ങളാണുള്ളത്. ആ പാരമ്പര്യം അനുസരിച്ച് മാലാഖമാർ അവളുടെ ഭൗതിക ശരീരം സീനായി മലയിലേക്ക്, ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, സീനായി മലയിലേക്ക് കൊണ്ടുപോയി എന്നാണ്. മരിച്ചു കഴിഞ്ഞ് ആ ഭൗതിക ശരീരം സീനായി മലയിലേക്ക് കൊണ്ടുപോയി എന്നാണ്. കാരണം 5-ാം നൂറ്റാണ്ടിൽ സീനായി മലയിൽ ഉള്ള ഇവളോട് വലിയ താല്പര്യമാണല്ലോ ആളുകൾക്ക്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ധാരാളം ആളുകൾ മാനസാന്തരപ്പെട്ടു. പിന്നീട് മരണശേഷം അവളുടെ വിശ്വാസികളുടെ ശരീരം സംസ്കരിച്ച സ്ഥലത്തേക്ക് ധാരാളം ആളുകൾ എത്തിച്ചേർന്നു. അവിടെ 5-ാം നൂറ്റാണ്ടിൽ അവളുടെ ഭൗതികാവശിഷ്ടം അടക്കം ചെയ്തിരുന്ന സ്ഥലം, അവിടെ ഒരു ആശ്രമമുണ്ട്. ധാരാളം തീർത്ഥാടകർ വരുന്നു. അത് തുറന്നു നോക്കിയപ്പോൾ ശരീരം അഴുകിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല മുടി വളരുകയാണ് ചെയ്യുന്നത്. മരണശേഷം മുടി വളർന്നുകൊണ്ടിരിക്കുന്നത് കാണുവാൻ സാധിച്ചു. മാത്രമല്ല ശരീരത്തിൽ നിന്ന് ഒരു പ്രത്യേകതര ഓയില്, ഒരെണ്ണ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ആ എണ്ണ സ്പർശിച്ച ആയിരക്കണക്കിന് ആളുകൾക്ക് സൗഖ്യം ലഭിച്ചു. ഇതവരെ അത്ഭുതപ്പെടുത്തി. ആ വിശുദ്ധയുടെ ഭൗതിക അവശിഷ്ടം സൂക്ഷിക്കുന്ന ഈ ആശ്രമത്തിൽ ഇപ്പോഴും ധാരാളം ആളുകളുണ്ട്. ആ കാലഘട്ടത്തിൽ വളരെയധികം ആളുകളെ ആകർഷിച്ചു. ഇപ്പോൾ സീനായിലെ വിശുദ്ധ കാതറിൻ എന്തുകൊണ്ട് ആ പേര് സ്വീകരിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത്രയധികം പ്രശസ്തി അവൾക്കുണ്ട്. വലിയ അത്ഭുതങ്ങളാണ് അവളുടെ ഖബറിടത്തിൽ നിന്നുള്ളത്. അതായത് മരണത്തെ ഒരിക്കലും തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല രക്തസാക്ഷികളുടെ മുമ്പിൽ. ധീരതയോടുകൂടി വിശ്വാസം ഹൃദയത്തിൽ ശക്തിയോടുകൂടി സ്വന്തമാക്കുന്നവർക്ക് ഒരു പ്രതിബന്ധങ്ങളും പ്രശ്നമല്ല, എല്ലാം നിസ്സാരമാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ പക്കൽ വരുവിൻ, ഞാൻ ആശ്വസിപ്പിക്കാമെന്ന് ഈശോ പറഞ്ഞില്ലേ? അതിൻ്റെ അർത്ഥം കൃത്യതയോടുകൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ വിശുദ്ധ കന്യകമാരുടെ വിശുദ്ധയാണ്. അതുപോലെ തന്നെ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നവരുടെ വിശുദ്ധയാണ്. അങ്ങനെ ധാരാളം ആളുകൾ അവളുടെ മാധ്യസ്ഥ്യം അപേക്ഷിക്കുന്നുണ്ട്. വിശുദ്ധ കാതറിന് ഈ കാലഘട്ടത്തിൽ ധാരാളം ആളുകളെ ആകർഷിച്ചു. ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയാണ്. ഇന്നും ആളുകൾ തീർത്ഥാടനത്തിനായിട്ട് പോകുമ്പോൾ ആ മലയുടെ മുകളിൽ പോകുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവൾക്കായിട്ട് ഈജിപ്തിലും പ്രത്യേകമായിട്ടുള്ള ആശ്രമങ്ങളുണ്ട്. വിശുദ്ധ കാതറിൻ എന്നും സഭയ്ക്ക് ആവേശമായിട്ട് നിൽക്കുകയാണ്. വിശുദ്ധ കാതറിൻ്റെ മരണശേഷം അവളുടെ മൃതശരീരം മാലാഖമാർ സീനായി മലമുകളിലേക്ക് കൊണ്ടുപോയി എന്നും 800-ാം ആണ്ടിൽ അവളുടെ മൃതദേഹം സീനായി മലമുകളിൽ നിന്ന് കണ്ടെടുത്തുവെന്നും വിശ്വസിച്ചു പോരുന്നു. ദൈവസാന്നിധ്യം കുടികൊള്ളുന്ന സീനായി മലമുകളിൽ അവളുടെ മൃതശരീരം കണ്ടെടുത്തത് ആ വിശുദ്ധയ്ക്ക് ദൈവസഭയിലും ദൈവസന്നിധിയിലുമുള്ള മഹത്വത്തെ വെളിപ്പെടുത്തുന്നു. കന്യകയായ രക്തസാക്ഷികളിൽ സഭ എക്കാലവും ഔന്നത്യത്തോടെ വണങ്ങുന്ന പുണ്യവതിയാണ് വിശുദ്ധ കാതറിൻ. വിശുദ്ധ കാതറിൻ നമുക്ക് ശക്തി നൽകുകയാണ്. 18-ാമത്തെ വയസ്സിൽ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് സമർപ്പിച്ച് കന്യകയായി തീർന്ന വിശുദ്ധ കാതറിൻ പ്രതിസന്ധികളുടെ മുമ്പിൽ അവൾ മുട്ടുമടക്കിയില്ല. അവളുടെ ഹൃദയം പതറിയില്ല.
ഒരാൾക്ക് വേണ്ടി മാത്രം ജീവൻ സമർപ്പിച്ചു, ഈശോ. അവളുടെ മുമ്പിൽ ആകർഷകമായ നിരവധി മേഖലകൾ ഉണ്ടായിരുന്നു. സുഖലോലുപതയുണ്ട്, സ്ഥാനമാനങ്ങൾ എല്ലാം. എന്നാൽ യേശു എന്ന വലിയ അമൂല്യ നിധി കണ്ടെത്തുമ്പോൾ തനിക്കുള്ളതെല്ലാം വിൽക്കാത്ത ആരാണുള്ളത്? അതിന് ഉത്തമ മാതൃകയായി നിൽക്കുകയാണ് വിശുദ്ധ കാതറിൻ. വിശുദ്ധ കാതറിൻ്റെ ജീവിതം നമുക്ക് ശക്തി നൽകണം. ചാരിത്രശുദ്ധിയിൽ ജീവിക്കുന്നതിന് വേണ്ടി, നമുക്ക് വിശുദ്ധിയിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കുന്നതിന് വേണ്ടി, പ്രലോഭനങ്ങൾ ഒരിക്കലും വഴങ്ങാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് രക്തസാക്ഷികളാകണം. അതാണ് ഈ കാലഘട്ടം നമ്മെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുക. അന്ധകാരം നിറഞ്ഞതാണ്, മരണസംസ്കാരം ഉറഞ്ഞാടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ നാം അതീവ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നീങ്ങുവാൻ നമ്മെ ക്ഷണിക്കുകയാണ് വിശുദ്ധ കാതറിൻ. വിശുദ്ധ 18 വയസ്സിൽ ജീവൻ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ച ആ കന്യക നമ്മുടെ മുൻപിൽ ഒരു വെല്ലുവിളിയല്ലേ ഈ കാലഘട്ടത്തിൽ? നമുക്ക് രക്തസാക്ഷിത്വം ഏറ്റെടുക്കാം. ആകർഷകമായ പല ഘടകങ്ങളും പാപത്തിലേക്ക് നമ്മെ നയിക്കും. അവിടെ നാം പതറരുത്. യേശുവിന് വേണ്ടി പുണ്യജീവിതം നയിക്കുവാൻ ധീരത നമുക്ക് സ്വന്തമാക്കാം. രക്തസാക്ഷികൾ ഇനിയും സഭയിൽ ഉണ്ടാകും. അവരോട് ചേർന്ന് നിന്ന് രക്തസാക്ഷിത്വത്തിൻ്റെ ജീവിതം നയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് കൃപ നൽകട്ടെ. വിശുദ്ധിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ നമുക്ക് ശക്തി നൽകും. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാ പ്രേക്ഷകർക്കും ധാരാളം അനുഗ്രഹം ദൈവം നൽകട്ടെ. ധീരതയോടുകൂടി വേദനകൾ, സങ്കടങ്ങൾ ഏറ്റെടുക്കുവാൻ, സുഖലോലുപതയോട്, അന്ധകാര ശക്തികളുടെ ആക്രമണങ്ങളോട്, അവരുടെ ആകർഷണ പ്രലോഭനങ്ങളോട് ഇല്ല എന്ന് പറയുവാനുള്ള ശക്തി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. വിശുദ്ധിയുടെ മാധ്യസ്യം നിങ്ങൾക്ക് ശക്തി നൽകട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രേക്ഷകർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ആശംസിക്കും. രക്തസാക്ഷിത്വം ക്രിസ്തുമാർഗ ചരിച്ചോരനേക നിണമണിഞ്ഞ കാലടി പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടി പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടി പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടി പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ നടത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും